ദശാവതാരങ്ങളെ കുറിച്ച് ഭാരതീയര് എത്രയോ കാലമായിട്ട് ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു. എത്രയോ അർത്ഥതലങ്ങൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഈ ദശാവതാരങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്. മനുഷ്യന്റെ പരിണാമഗുപ്തി, ആ പരിണാമഗുപ്തിയെ 10 ഭാഗിച്ച് കൃത്യമായിട്ട് ദശാവതാരങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ആംഗിളിലാണ് പറയണത്. ദശാവതാരങ്ങളിൽ വേറെ ആംഗിളിൽ ഞാൻ തന്നെ വിജയത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പറയുകയാണ്, ആദ്യത്തെ മീനാണല്ലോ. മീൻ എന്ന് പറഞ്ഞാൽ ഇഴയുന്നത്. ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പുരുഷബീജത്തെ പരിശോധിച്ചാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കോടിക്കണക്കിന് മീനുകളെ പോലെ ചെറുതാണ് ഒരു ബീജം. അവിടുന്നാണ് പിന്നെ വലുതാവുന്നത്. അത് വലുതായി പ്രസവിക്കുന്നു. ആ പ്രസവിച്ചിട്ട് പിന്നീട് കുട്ടിക്ക് 2-3 വയസ്സൊക്കെ ആകുമ്പോ അത് കൂർമാവും. നല്ല പോലെ ചിന്തിക്കും. ഇതിനോട് ചേർന്ന് ചിന്തിക്കണം. അതിന് വെള്ളവും കരയൊക്കെ ഒരേ മാതിരി കൂർമ്മത്തിന്. അത് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങൾക്ക് നിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അങ്ങനെ കയറുകൂടി വിടില്ല. കാരണം അത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ കൂർമ്മം കഴിഞ്ഞാൽ പിന്നെ അത് വരാഹാവും. ഏതിനെയും എടുത്തു പൊക്കും. അതുകൊണ്ടാണല്ലോ വിഷ്ണു വരാഹം രസാതലത്തിലേക്ക് ഭൂമിയെ നീക്കിയപ്പോൾ വരാഹത്തിനെ പോലെ വന്ന് വരാഹം ഭൂമിയെ ഉയർത്തി. നമ്മുടെ ജീവിതത്തിൽ വരാഹത്തിന്റെ ഒരു കാലഘട്ടമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, തീരെ ചെറുപ്പക്കാർ വളരെ വെയിറ്റുള്ള പൊക്കാരെന്ന് അവർക്ക് ഒരു മടിയിലാണ്. കണ്ടു നിൽക്കുന്നവർ പറയും, അയ്യോ ഇതൊക്കെ വെയിറ്റുള്ള പൊക്കണ്ടാന്ന്. ഞാൻ വരാഹത്തിന്റെ സ്റ്റേജ് ആയിരുന്നപ്പോ അമ്മ പറയും, അത്ര ഭാരമുള്ള നീ പൊക്കണ്ട, അടച്ചോ എന്ന് പറഞ്ഞാൽ കഴിയില്ല. വേറെ കാര്യം, ആ വരാഹത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. വരാഹം കഴിഞ്ഞാലേ തികച്ചും നരസിംഹം. നരസിംഹത്തിനെ പറ്റി അനവധി ആംഗിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ആംഗിൾ പറയാണ്, പകുതി സിംഹവും പകുതി മനുഷ്യനും. ആഹ്വാനം അങ്ങോട്ട് കിട്ടിയാൽ എന്തും ചെയ്യും. നരസിംഹം ഇതാ. സിംഹത്തിന്റെ ശോഭവും പല്ലുകളും ആണ്, മനുഷ്യനുമാണ്. നരസിംഹങ്ങളെ നമുക്ക് പലയിടത്തിലും കാണാം. അവര് പറയാ ഇനിയിപ്പോ എന്താ നായ പറഞ്ഞു വരണത്തിൽ വെച്ച് കാണാം. ഒരു നരസിംഹ യുവാവ് എന്നോട് പറയാം,
അവനെ കൊടുക്കട്ടെ 2 പൂശ. അല്ല അതിനെ പ്രശ്നമില്ലേ. ഇപ്പൊ 30 ക്രിമിനൽ കേസ് എന്റെ പേരിലുണ്ട്. അത് 31 ആവും, അതിലേ ഉള്ളൂ പറഞ്ഞ വരിക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ശ്രദ്ധിക്കാതെ സങ്കല്പത്തിൽ നിന്ന് ഈ ഡയലോഗ് കിട്ടുകയില്ല. ഇപ്പൊ 30 സിവിൽ കേസ് ഉണ്ട്. ഇനി പോനെ 2 പൂശയോ കൊല്ലുകയോ ചെയ്താലും എന്റെ പടികളെ 31 ആവും. സിംഹമാണ് മനുഷ്യനാണ്. തീ വെക്കാൻ ഒരു മടിയില്ല. ഒരു ചമ്മലും ഇല്ലാതെ ഏത് നശിപ്പിക്കും. നശിപ്പിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ല. ഒക്കെ വിലയുള്ള വസ്തുക്കളല്ലേ. ആ വിലയുള്ള വസ്തുക്കൾ അങ്ങോട്ട് നശിപ്പിക്കും. അത് കഴിഞ്ഞ് മധ്യവയസ്സ് കഴിയുമ്പോണ്ടല്ലോ സംഭവം മാറി. നരസിംഹം മാറി, വാമനനായി. ഉയരക്കുറവ്. ഹേയ് ഗോപാലേട്ടാ, ഇനി പണ്ടത്തേനൊന്നും വയ്യടോ. പണ്ടത്തെ പോലെയൊന്നും വയ്യ. പറ്റുമെങ്കിൽ നീയൊന്ന് സഹായിക്കണം. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടില്ല. എപ്പോ യാചിക്കേണ്ട അവസരം വന്നുവോ ആ സമയത്തൊരു വിനയം വരും. അപ്പോ ഉയരക്കുറവ് ഉണ്ടാവുകയാണ്. വാമന് ഉയരം കുറവാണോ എന്നല്ല ഇവിടെ ചോദ്യം. യാചിക്കാൻ വന്നവന് ഉയരം കുറവാണ് എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ വാമന് എത്ര ഉയർന്നോ 5 അടി 7 ഇഞ്ച് ഇതൊന്നല്ല കണക്ക്. ആ വാമനന്റെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെയാണല്ലോ പരശുരാമൻ. പരശുരാമൻ എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിച്ച് ക്ഷത്രിയന്മാരിൽ നിന്നും വെട്ടിപ്പിടിച്ച് ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നല്ലേ കഥ. ആ കഥയുടെ ആന്തരികാർത്ഥം എന്താ? ക്ഷത്രിയൻ അഡ്മിനിസ്ട്രേഷൻ, എന്നിലെ അഡ്മിനിസ്ട്രേഷന്റെ ശക്തി വർദ്ധിച്ചു. ആരും പേടിയില്ല, ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായി? രജോ ഗുണം കൂടി. എന്നിലെ രജോ ഗുണം വർദ്ധിച്ചു. ആ ക്ഷത്രിയന്മാരൊക്കെ ഒരു അഴുക്കാക്കിയിട്ടായി ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ സത്വഗുണത്തിലേക്ക് വന്നേ പറ്റും. ഇതാ പരശുരാമൻ ആളൊരു ചൂടനാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അത് കഴിഞ്ഞിട്ടോ ശ്രീരാമൻ എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയിട്ട് ആ നിയമങ്ങളുമായിട്ട് ചേർന്ന് ജീവിച്ച വ്യക്തിയാണ് ശ്രീരാമൻ. രാവണനെ പോലുള്ളവര് പഠിക്കണ കാലത്ത് റാഗിങ്ങിന് പോവുകയും എസ്കർഷന് പോവുകയും ചെയ്യുമ്പോൾ ഗുരു പറഞ്ഞത് കേട്ടിട്ട് അനുസരിച്ചതാണ് ശ്രീരാമൻ. നിയമത്തിന് ചേർന്ന് മര്യാദ പുരുഷോത്തമനാണ്. അത് കഴിഞ്ഞ് 9ാമത്തെ ശ്രീകൃഷ്ണൻ. 9 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്കം 9. ശ്രീകൃഷ്ണൻ നിയമമൊക്കെ അറിഞ്ഞത് നിയമത്തിന് അതീതനായി. ഇനി ഒന്നും വേണ്ട. എയർപോർട്ടിൽ കൂടെ വിമാനം വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് വേണ്ട. നമുക്കറിയുന്ന പല കാര്യം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നിയമത്തിന് അധികമുണ്ട. കൃഷ്ണൻ നിയമത്തെ ഉണ്ടാക്കും. ഇതാണ് അടുത്ത ഇത്. അതിനുശേഷം
അതിനു മുമ്പ് ബലരാമൻ വരുന്നുണ്ട്. മണ്ണുമായിട്ടുള്ള ബന്ധം, കാർഷിക വൃത്തികള്, ആ കാർഷിക വൃത്തികളുമായിട്ട് ചേർന്ന് കലപ്പയുമായിട്ട് നടന്ന ബലരാമൻ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ട് കൽക്കി. കൽക്കി എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് കൂടി കൂടിയാണ്, അതിന്റെ പേരാണല്ലോ പ്രഷർ. എപ്പോഴും ടെൻഷൻ. ദശാവതാരത്തിൽ അവസാനത്തെ കൽക്കിയാണ്, ബുദ്ധനാണ്, രണ്ടും പറയുന്നവരുണ്ട്. രണ്ടിലും ശരിയുണ്ടെന്നാണ് എന്റെ വിനയപൂർവ്വമുള്ള അഭിപ്രായം. ഒന്ന്, കൽക്കി കുതിരപ്പുറത്ത് വരും. കുതിര എന്ന് പറഞ്ഞാൽ കുതിക്കുന്ന തിരയാണ്, ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. സ്പീഡ് വർദ്ധിച്ചിട്ട് നമ്മളുടെ ജീവിതം കഴിയും. എപ്പോഴും സ്പീഡാണ്. അങ്ങനെ അവസാനിക്കും. ബുദ്ധൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഗൗതമ ബുദ്ധനല്ല, അവസാനം നമ്മൾ അറിയുന്ന ബുദ്ധനാണത്. ആയിരക്കണക്കിന് ബുദ്ധന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധൻ ഒന്നുമില്ല എന്ന് പറയണു. ഒന്നുമില്ല എന്നുള്ളതും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ ജീവിതത്തിന്റെ വിലയിരുത്തൽ. ഒന്നുമില്ല, ഇല്ല എന്നുള്ളതും ഇല്ല. അതാണ് ബുദ്ധനെ നിരീശ്വരവാദിയാണെന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. വിഗ്രഹാരാധനയ്ക്ക് എതിരാണെന്നൊക്കെ പലരൊക്കെ പറയാറുണ്ട്. എങ്ങനെ പറഞ്ഞാലും ഒരർത്ഥതല അതിന് ഉണ്ടായാൽ മതി. ഈ ദശാവതാരങ്ങളെ കുറിച്ച് നമുക്ക് വളരെ ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ദശാവതാരങ്ങളുടെ ഡീറ്റെയിൽസ് വേറെയും ഇനി പറഞ്ഞുകൂടായില്ല. എല്ലാവർക്കും നമസ്കാരം.